അപ്പോഴേ നമ്മൾ നിൽക്കുന്ന വേറെ എവിടെയല്ല, നമ്മളെ എന്തേലും ശാന്ത ടീച്ചറെ വീട്ടിലാണ്. ശാന്ത ചേച്ചി കൗൺസിലറാട്ടോ, നമ്മളെ 28ാം കൗൺസിലറാണ്. അപ്പോൾ അപ്പോൾ എല്ലാ കൗൺസിലർമാരും വിളിക്കും എന്ത് അതെ, പക്ഷേ ഇന്ന സ്ഥലത്ത് ഒരു പാമ്പുണ്ട്, ഈ പെട്ടെന്ന് പോ, അവിടെ അവരിപ്പോൾ ഇന്നെ വിളിച്ചതാണ്, ഞാൻ അങ്ങോട്ട് വിടാന്ന് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇത് കൗൺസിലറുടെ വീട്ടിൽ തന്നെ പാമ്പ് വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല കേട്ടോ, മൂർഖനാന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്നും മൂർഖനായതുകൊണ്ടാണ്. ഇവിടെ വന്നിരിക്കുന്നത് അസല് വെള്ളിക്കെട്ടനാണ്, അതായത് കോമൺ ക്രൈറ്റ് എന്ന് പറയും. നമ്മളെ രാജവമ്പാലിനേക്കാൾ വിഷത്തിന്, അതായത് അതിൻ്റെ കനത്തിന് പവർ കൂടുതലുള്ള സാധനമാണ്. വെള്ളിക്കെട്ടൻ്റെ ഡിസൈൻ വരുന്നത് നല്ല കറുപ്പ് കളറാണ്, 2 വെള്ള വരകൾ എടുത്തെടുത്തായിട്ട് വരുന്നതാണ്. അതായത് തലൻ്റെ കുറച്ച് ബാക്കിലൊക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെ പേര് കണ്ട്? ഞാൻ രാവിലെ 5:45 എണീറ്റ് വാതിൽ തുറന്ന് ലൈറ്റ് ഇട്ടപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ബക്കറ്റിന്മേൽ ഒരു സൗണ്ട്. ബക്കറ്റ് ഉണ്ട്, പൊടിയിട്ടേക്കിന് ബക്കറ്റിന്മേൽ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ സംഭവം പൊടി. ഞാൻ മാത്രമേ അടുത്ത ഇവരെ വിളിച്ച് മക്കള് ആദ്യം വിളിച്ച ശിവനാണ്. ശിവൻ പിന്നെ പുറത്ത് അവര് പോയി. ഇതാ നമ്മളെ ഈ പുഴ നീന്തി കൊണ്ടുവന്നാണ് തോളിൽ എടുത്തിട്ട്. അതായത് നല്ല മഴ ചെയ്യുന്നുണ്ട്. നല്ല മഴ എന്ന് വെച്ചാൽ അന്തം വിട്ട മഴയാണ്, ഇന്നലെ തുടങ്ങിയ മഴയാണ്. നമ്മൾ ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത്, കോട്ടുണ്ടെങ്കിൽ ഫുള്ള് നനഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഇങ്ങോട്ട് വഴി കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് വഴിയിൽ വണ്ടി നിർത്തി വരണ്ടിയിരുന്നു. അപ്പോൾ ഇനി മഴ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ അവർ കിടന്ന ഭാഗത്ത് വെള്ളം കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആൾ കഴിഞ്ഞ് കയറിയതാണ്. അപ്പോൾ നമ്മൾ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഗ്രിൽസ് മാക്സിമം ചെറിയ നെറ്റ് വെച്ചിട്ട് അടക്കാൻ നോക്കുക. ഇപ്പോൾ മഴക്കാലാണ്, അവർ മാളങ്ങളിൽ വെള്ളം കയറിയിട്ട് നേരെ നമ്മൾ, അതായത് വെള്ളം കയറാത്ത ഏരിയയിലേക്കൊക്കെ അവർ കയറും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് വന്നത് അസലൊരു സാധനമാണ്. അത് വന്നിരിക്കുന്ന സ്ഥലം നോക്കിയാൽ ഇവിടെ നമ്മളെ ക്യാമറ വുമൺ ഉണ്ട്, അവളവിടെ ഇരിക്കുകയാണ്. തുടങ്ങാനായിട്ടില്ല. ഉണ്ണിയ അടുത്ത് തന്ന ആ ടോർച്ച് എടുത്ത് തന്ന. ഇവര് ചാന്നുണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ അയൽവാസിയ കുടുംബക്കാരനെ? എന്താ പേരെന്താ? നമ്മൾ ഇന്നത്തെ ക്യാമറ വുമൺ ആട്ടോ, അക്ഷരമോള്. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോഴേ നമ്മളെ കുട്ടനുള്ളത് ആളിരിക്കുന്നത് ഇതാ അസല് സുഖസുന്ദരനായിട്ട് ഇല്ല കൊച്ചു കള്ള ഇരിക്കുന്നത്. ഇതാണ് നമ്മളെ വെള്ളിക്കെട്ട ജഗജില്ലി സാധനം. എന്തായാലും കണ്ട് നന്നായി. അപ്പോൾ നമ്മളാളെ കണ്ടല്ലോ, നമ്മൾ ഡേഞ്ചർ സാധനമാണ്, കുറച്ച് ശ്രദ്ധിച്ച് പിടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അന്നത്തെ ക്യാമറ പിടിച്ചോളിട്ടാ. പാമ്പിനെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും പ്രായം പറയാൻ, അതല്ല കുറച്ച് ഒരു പാമ്പിനെ കണ്ടിട്ട് ഒരിക്കലും പ്രായം പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി പറയും? എത്ര വയസ്സായി? അല്ല കാര്യം പറയും. 36 വയസ്സ്. എത്ര വെയിറ്റ് ഉണ്ട്? നിങ്ങൾ എത്ര വെയിറ്റ്? 45 വയസ്സ്. പക്ഷെ വെയിറ്റ് നോക്കിയാൽ അതേപോലെ തന്നെ. നമുക്ക് ഒരിക്കലും അതെല്ലാരും പറയില്ല. എന്താടാ എന്ന് വില കളയണേ. ഈ സ്ഥാനത്ത് മാത്രം പരിശീലില്ല. തുടങ്ങിയ നമ്മള് എവിടെയാണ്? കിണകല്ല എൻ്റെ വായോ.
നമ്മളെ പുള്ളി കളിച്ചിട്ടുണ്ടാണ്. ഞാൻ പോട്ടെ എന്തോ കഴിക്കുന്നു. അപ്പോഴേ നമ്മളെ ശാന്തേച്ചിന്റെ കൗൺസിലർ അല്ലെ സ്വന്തം വെള്ളിക്കെട്ടനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ആള് കുറച്ചൊരു ഡേഞ്ചർ ആയിരുന്നു. നമുക്ക് ഈ അണലിനെ പിടിക്കണ പോലെ തന്നെ ഇയാളെ ശ്രദ്ധിക്കണം. എന്നാൽ മൂർഖനെ പിടിക്കുമ്പോൾ നമുക്ക് ഇത്ര വലിയ ശ്രദ്ധ വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ മൂർഖനൊന്നും ഇങ്ങനെ തുള്ളി കളിക്കൂല. ഇത് ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ, അണലി സ്പ്രിങ് ആക്ഷൻ പോലെയാണ്. അതേപോലെ തന്നെയാണ് പെട്ടെന്ന് നമ്മളടുത്തേക്ക് ഒന്നാമത് ടൈലായതുകൊണ്ട് പെട്ടെന്ന് ചാടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിടിക്കാൻ കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു, പിടുത്തം തരില്ലായിരുന്നു ആള്. അപ്പോൾ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആളെ പിടിച്ച് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട്. സൗണ്ടൊക്കെ പോയി, തൊണ്ട സീനാണ്. അപ്പോഴേ എന്തെങ്കിലും പറയാണ്ട? പറയാനൊക്കെ ഉണ്ട്. എന്റെ ജീവൻ രക്ഷിച്ച് ഞാന് ആരെ വിളിക്കണ്ട് എന്താ ചെയ്യണെന്ന് പറയാം. അപ്പൊ എന്റെ ഫോണിൽ നമ്പർ ഉണ്ട്, ഉഷനെ പരിചയമുണ്ട് കൗൺസിലർ ആയ കാരണം. അപ്പൊ ഉഷനെ പെട്ടെന്ന് വിളിച്ചു. അടുത്തുള്ളവരൊക്കെ വന്ന് സഹായിച്ചപ്പോ നോക്കിയിരിക്കാന് നോക്കിയിരിക്കാൻ അടുത്തുള്ള ആളുകള്. പിന്നെ ഇപ്പോൾ അപ്പു, സ്മിത, അമ്മ ഇവരൊക്കെ ഉണ്ട്. ശിവൻ പോയിപ്പോ പോവാനുള്ള കാരണം വെറുതെ വന്നാളാട്ടോ ബാക്കിയുള്ള ആള് അവളെ നമ്മളെ പറ്റിച്ചിരിക്കണേ, ഞാൻ പറയുന്നില്ല. അവരൊക്കെ എന്തായാലും ഇവരൊക്കെ ഒരു സഹായത്തിന് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കൊറേ ഞാൻ വർക്കായിരുന്നു. ആകെ എന്തോ ടെൻഷനായിട്ട് വേറെ. അപ്പൊ ഇവരൊക്കെ സഹായിക്കാനുള്ളത് കൊണ്ട് കുറച്ചൊക്കെ അത് മാറി. പിന്നെ ഉഷ പ്രാർത്ഥനയിലുണ്ടായിക്കോട്ടെ, പ്രാർത്ഥനയിലുണ്ട് ഉഷയ്ക്ക് എന്തായാലും. ഞാൻ പരിചയപ്പെട്ടിട്ട് എത്രയോ വർഷമായി കൗൺസിലറായ മുതല് എവിടുന്ന് കണ്ടാലും എന്നാലും നിങ്ങൾക്ക് നിങ്ങളെ ഒരു പേടി അകറ്റി തരാൻ ഇതിനെ കൊണ്ട് പറ്റിയല്ലോ. അത് വളരെ നമുക്ക് കുറച്ചുകൂടെ നന്ദി പറയണം ആ ഒരു കാര്യത്തില്. പിന്നെ നമ്മൾ വരുന്നത് വരെയും വന്നിട്ട് ആർക്കും ഒരു ആപത്തും പറ്റിയിട്ടില്ല, അതും വലിയ കിട്ടല്. അവരെല്ലാരും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കും. അല്ല ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവുമായിരുന്നു. എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്നത്തെ രാവിലത്തെ ഈ വീഡിയോ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ രാവിലത്തെ റെസ്ക്യൂ അവസാനിച്ചിരിക്കുകയാണ്. നല്ല മഴ ഉണ്ട്. ഇനി മഴ ഈ വെള്ളമൊക്കെ താണ്ടിയിട്ട് വേണം ഞാൻ ഇനി വീട്ടിലെത്താൻ. അപ്പോൾ ഓക്കെ അല്ല, ഇനി ആർക്കും ഇങ്ങനത്തെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇങ്ങനെ ഒന്നാമത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതേപോലെ തന്നെയാണ് ഈ ഡേഞ്ചറാണ്, ഇവരൊക്കെ ഡേഞ്ചറാന്ന് പറഞ്ഞപ്പോ ഇനി ഇങ്ങനെ കാണൽ തുടങ്ങി അല്ലേ? ഞാനൊരു വിളി വിളിച്ചപ്പോഴേക്കും ആള് ഇവിടെ എത്തി. ദൈവത്തിനോട് നന്ദി പറയാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയണില്ല. ഒരേ സന്തോഷം.
ആയിക്കോട്ടെ, എന്തായാലും എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ആയിക്കോട്ടെ, അപ്പൊ നമ്മളൊന്ന് നിർത്തിയാണ്. അപ്പൊ നമ്മളെ 2 ക്യാമറമാനും ക്യാമറ വുമണായിരുന്നു. ബാക്കിൽ ഞങ്ങള് എന്താ പറയാ ഈ കോലോട്ടായിരുന്നു. ഓടിയാൽ കോലും മാറ്റം കൊടുക്കുമല്ലോ, അതായിരുന്നു അവിടെ സംഭവിച്ചത്. ബാക്കി ഞാൻ വെളിപ്പെടുത്തണില്ല. എന്തായാലും കുഴപ്പമില്ല, 2 വീഡിയോ എടുത്തതിൽ പെട്ടിട്ടുണ്ട്. സന്തോഷം. പിന്നെ നമ്മളെ നിർത്തിയാണ്. ഓക്കെ, താങ്ക് യു.